ഹായ് ഗായ്സ്, ഇസ്മി അപർണ വാസിക്ക്. ഇന്നൊരു ഫോട്ടോഷൂട്ടിന്റെ വ്ളോഗാണ് കേട്ടോ. എന്റെ 9ാം മാസത്തെ ഫോട്ടോഷൂട്ടാണ്. ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ കയറാം. അപ്പൊ അതിനു മുമ്പ് എനിക്കൊന്ന് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ എന്റെ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. മേക്കപ്പ് മാൻ വരണം. മേക്കപ്പ് മാൻ എന്റെ കുഞ്ഞാണ്. ഞാൻ സീമന്തത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാണ് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ ആൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല മഴയുള്ളത് കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ഷൂട്ട് അറിയുന്നത്. ഇപ്പൊ ഒരു 9-10 മണിയായി ഞാൻ കുളിച്ചിരിക്കുന്നത്. അപ്പൊ മുടി ഉണങ്ങിയിട്ടില്ല. എന്റെ അടുത്ത് തലേ ദിവസം കുളിച്ച് ഷാമ്പു ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് കുളിച്ചത്. അപ്പം അതിനി എനിക്ക് ഹീറ്റ് ചെയ്യണം മുടി, എന്നിട്ടൊക്കെ റെഡി ആയിരിക്കണം. അപ്പം ഫോട്ടോ എടുക്കാൻ വരാന്ന് പറഞ്ഞ പിള്ളേരും വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരും തിരുമലയിൽ നിന്നാണ് വരുന്നത്. അവർക്ക് മഴയുണ്ട്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് പോയി റെഡിയാ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഞാൻ മുടിയൊക്കെ ഹീറ്റ് ചെയ്ത് അപ്പോൾ കുഞ്ഞ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മ വന്നു. അപ്പോൾ ആൾക്കും വീഡിയോ എടുക്കണമായിരുന്നു. അതുകൊണ്ട് മുടിയൊക്കെ വീണ്ടും കുഞ്ഞയും കൂടി ഹീറ്റ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് അത്ര ഇതല്ലാത്തതുകൊണ്ട് ആളും കൂടി എന്തൊക്കെയായിട്ട് എനിക്കിതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പിന്നെ ഹെയറൊക്കെ ക്രിമ്പ് ചെയ്യണോ അങ്ങനെ എന്തൊക്കെ ചെയ്യാനുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് മേക്കപ്പ് തുടങ്ങിയത്. ഇതാണ് എൻ്റെ കുഞ്ഞ്. ചർമ്മം കണ്ട പ്രായം തോന്നിക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തും ഹീറ്റ് ചെയ്തും ക്രിമ്പ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മാളുമാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സമയത്തും എൻ്റെ വാ അടഞ്ഞിരിക്കാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം റെഡ് കളർ ഒരു തീമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഐഷാഡോയൊക്കെ ഇട്ട് ഒരുങ്ങി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മേക്കപ്പ്. ഭയങ്കര രസമുണ്ട്. അതെൻ്റെ കണ്ണ് ഭയങ്കര ഹൈലൈറ്റാണ്. ഞാൻ കണ്ണ് സെപ്പറേറ്റ് വീഡിയോ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ലെൻസൊക്കെ വെച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുങ്ങാനായിട്ട്. അപ്പോൾ കുഞ്ഞമ്മ അടിപൊളിയായിട്ട് ഒരുക്കി തന്നു കേട്ടോ എനിക്ക്. കുഞ്ഞയുടെ ഈ ബ്രൈഡൽ വർക്ക് കുഞ്ഞ് ചെയ്യുന്നുണ്ട്. ഞാൻ കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം ഇതിനകത്ത്. കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? എന്താ സുന്ദരിയാണല്ലേ ഞാൻ. ആരും പൊങ്കാല ഇടണ്ട, ഞാൻ സ്വന്തമായിട്ട് എന്നെ പുകഴ്ത്തുന്നത്. നിങ്ങൾ ആരും പുകഴ്ത്തിയില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എന്നെ തന്നെ പുകഴ്ത്തും. അത് കഴിഞ്ഞിട്ട് സാരി ഉടുത്ത് തന്നു. മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഹെയറിൽ പൂവൊക്കെ സെറ്റ് ചെയ്ത് മറ്റേ അരളിയും തുളസിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പായിരുന്നു. അപ്പോൾ 9ാം മാസത്തിൻ്റെതാണ്. അപ്പോൾ കുറച്ച് വയറൊക്കെ കാണിച്ചിട്ടായിരുന്നു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ സാരി ഉടുത്തപ്പോൾ എനിക്ക് ഇരിക്കുന്നില്ല കേട്ടോ. വയറ്റിൽ വയർ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്നില്ല. പിന്നെ എനിക്ക് ഈ വീഡിയോ എടുത്തുന്ന അമ്മയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഫോട്ടോ എടുത്തപ്പം മേക്കപ്പ് കഴിഞ്ഞ് കുഞ്ഞമ്മ എല്ലാം പറക്കി വയ്ക്കുന്നത്. നമ്മൾ അടുത്ത ഷൂട്ടിന് പോകണമല്ലോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നത് ഇവരാണ്ട. അത് ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവരാണ്. ആ ലൈറ്റ് ബോയ്, അവൻ ഫോട്ടോ എടുക്കാൻ വന്ന ദിവസം അവർ രണ്ടുപേരും ഫോട്ടോ എടുക്കും. മിറാക്കി എന്നും പറഞ്ഞിട്ട് അവർക്കൊരു ഇതുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നത്. എനിക്ക് അവരുടെ വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം നമ്മളെ കുറച്ച് മഴ ചതിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് കർക്കിടകവാവിൻ്റെ ഇതിൻ്റെ ആരംഭമായിട്ട് അവിടെ ഫുള്ള് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കുറേ സൈറ്റിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ എനിക്കും യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് വന്നത്. എൻ്റെ വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ, ചേട്ടൻ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഇന്നെൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും കാണിച്ചു. ഹായ് പറയടാ. ഹായ് പറയൂ. ഹായ് പറയൂ. എല്ലാവരും ഉണ്ട്. മേക്കപ്പ് ഒക്കെ പകുതിയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മഴ പോയി കഴിഞ്ഞപ്പോൾ മഴയുടെ ഒരു ഇതിൽ ചെയ്യാൻ വേണ്ടി നോക്കി. സംഭവം എൻ്റെ മൊത്തം മേക്കപ്പും എല്ലാം കൂടി അടിച്ച് കലക്കി എടുത്തായിരുന്നു അവൾ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമായിരുന്നു. അതിന് ശേഷം ഞാൻ വന്നിരുന്നത് കാരണം ജലദോഷം പിടിക്കണ്ടല്ലോ. ഒന്നാമത് ഡെലിവറി ടൈം അടുത്തു. ഇനി ഓഗസ്റ്റ് 12-നാണ് ഡെലിവറി. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം തുടച്ച് അങ്ങനെ തലയിലെല്ലാം തുടച്ച്. പിന്നെ അവിടെ വെച്ച് തന്നെ കുറച്ച് നേരം ഫോട്ടോ നമ്മളെല്ലാം ചായ കുടിച്ചുകൊണ്ട് നിർത്തി തന്നെ ഫോട്ടോസൊക്കെ കണ്ടു. അവിടെ വെച്ച് തന്നെ അവർക്ക് അവളുടെ വീട് മാനസ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ വീട് കൊല്ലത്താണ്. അപ്പോൾ അവൾക്ക് അങ്ങ് പോകണമായിരുന്നു. അതുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയി. ഹായ്, ഐ ലവ് യു. ഒരു ഉമ്മതാ കുഞ്ഞേക്ക്. എനിക്ക് ഉമ്മതാടി. സോറി പറ, സോറി പറ. സോറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിഷയം. ഇതായിരുന്നു ഔട്ട് ഫോട്ടോ വന്നത്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.